നമുക്ക് ഇനി നോക്കാം ചാപ്റ്റർ 32A കോളനി രാഷ്ട്രം. ഇതിനകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് മക്കോളയുടെ നയമെന്നും പിന്നെ അതേപോലെ തന്നെ എന്താണ് കൊളോണിസത്തിൻ്റെ ഐഡിയാസും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് നമുക്ക് നോക്കാം എന്താണ് മർക്കോലയുടെ വിദ്യാഭ്യാസ നയം. ഇതെന്ന് വെച്ചാൽ 1835 ഇദ്ദേഹം വിദ്യാഭ്യാസ നയം ഉണ്ടാക്കിയത്. ഇതിൻ്റെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷ എല്ലായിടത്തും സുപരിചിതമാക്കുക, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പുതിയ ഭാഷ കൊണ്ടുവന്ന് എല്ലാ ആളുകൾക്കും അതൊരു പഠന വിഷയമാക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. പിന്നെ അടുത്തുള്ളൊരു ക്വസ്റ്റ്യനാണ് എന്താണ് കൊളോണിസത്തിൻ്റെ ഐഡിയോളജീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇതിൽ 3 ഐഡിയോളജീസാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് അധിക ചൂഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളനികൾ, ഓരോ കോളനികളും എന്താണ് ആ കോളനി ആയിട്ടുള്ള രാജ്യങ്ങൾ, അതിൻ്റെ കീഴിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ സ്വത്തും അവരുടെ കച്ചവടങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക എന്നുവെച്ചാൽ അവരൊക്കെ ചൂഷണം ചെയ്ത് ജീവിക്കുക. അതാണ് ഒന്നാമത്തെ ഒരിത്. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരപ്രചാരണം. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന നാട്ടും പ്രദേശങ്ങളിൽ ഇപ്പോൾ കോളനികൾ, ഓരോ രാജ്യത്തിനും ഓരോ കോളനികളുണ്ട്. അപ്പോൾ ആ കോളനികളുടെ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെ എതിർത്തുകൊണ്ടും നാഗരികമായിട്ടുള്ള സംസ്കാരത്തിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുക. പിന്നെ അവർക്കിടയിൽ ജാതി വിവേചനം കൊണ്ടുവരിക, അതേപോലെ തന്നെ എന്താണ് അവിടെയുള്ള താൽക്കാലികമായിട്ടുള്ള ഭരണ സമ്പ്രദായത്തെ എതിർക്കുക. അങ്ങനെയുള്ള കുറേ നയങ്ങളാണ് ആര് സ്വീകരിച്ചത്, കൊളോണിസം സ്വീകരിച്ചത്. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ ഒരു 32Aയിൽ നിന്ന് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതായിരിക്കും നിങ്ങളുടെ ഹിസ്റ്ററിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം ആയിട്ടുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും, അതെല്ലാവരും കേൾക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം.